IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. വകുപ്പ് സെക്രട്ടറിമാർക്കും മാറ്റം. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അധിക ചുമതല ഹരിത വി കുമാർ IASന് നൽകി. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന്റെ സെക്രട്ടറിയായി ശ്രീറാം സാംബശിവ റാവു IASനെ നിയമിച്ചു. അഖിൽ പാലോട്ട് മഠം ചേരുന്നു. അഖിൽ, IAS തലപ്പത്ത് ഏത് രീതിയിലുള്ള അഴിച്ചുപണിയാണ് നിലവിൽ നടന്നിരിക്കുന്നത്? എങ്ങനെയാണ് സ്ഥാനചലനങ്ങൾ? രോഹിണി, 12 IAS ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ നിലവിൽ ഒരു സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ തർക്കങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ചില വകുപ്പ് സെക്രട്ടറിമാർക്കുള്ള മാറ്റം ഇപ്പോൾ സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗത്തിലായിരിക്കും പുതിയ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടാവുക. വേണുവിന് ശേഷം ഈ ശാരദാ മുരളീധരൻ IAS ആയിരുന്നു കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി. അതിനുശേഷം ആരായിരിക്കും ചീഫ് സെക്രട്ടറി എന്നുള്ള കാര്യത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചില വകുപ്പ് സെക്രട്ടറിമാരുടെ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രധാനമായും ശാർമള മേരി ജോസഫാണ്. നിലവിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ. ആ പ്രിൻസിപ്പൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും വനിതാ ശിശുക്ഷേമ വകുപ്പിലേക്കാണ് അഡീഷണൽ ചാർജായി ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും കൂടി ചുമതലയാണ് ശാർമള മേരി ജോസഫിന് നൽകിയിരിക്കുന്നത്. S ഹരിശങ്കർ IAS കേരള കേഡറാണ്. 2008 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് PRDയുടെ സെക്രട്ടറിയായി ജോലി നോക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നും നോർക്ക ഡിപ്പാർട്ട്മെന്റിന്റെയും സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസറായി ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിന്റെയും ചാർജാണ് നിലവിൽ ഹരികിഷോർ IASന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മൂന്നാമത്തെ ആൾ കേശവേന്ദ്രകുമാർ IAS ആണ്. കേരള കേഡർ തന്നെയാണ്. 2008 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ്. അവിടെ നിന്നും ഇപ്പോൾ പുതിയ പോസ്റ്റിംഗ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കാണ്. അതോടൊപ്പം തന്നെ മെറിൻ മുഹമ്മദ് അലി IAS കേരള കേഡറാണ്. 2001 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. നിലവിൽ ഡയറക്ടറാണ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കൊമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഡയറക്ടറായിരുന്നു. അവിടെ നിന്നും കേരള മാനേജിംഗ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് MD ആയിട്ടാണ് പുതിയ നിയമനം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഡീഷണൽ ചാർജായിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയിട്ടുണ്ട്. അനുപമ IASനും അഡീഷണൽ ചുമതലയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയിട്ടുണ്ട്. ശ്രീറാം സാംബശിവ റാവു പ്രിൻസിപ്പൽ ഡയറക്ടർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കാണ് സ്ഥാനചലനം ഉണ്ടായിരിക്കുന്നത്. ഹരിത വി കുമാർ IASന് വനിതാ ശിശുക്ഷേമ വകുപ്പിൽ നിന്നും പ്രിൻസിപ്പൽ ഡയറക്ടർ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കും ശ്രീറാം വി IASന് ഡയറക്ടർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലേക്കുമാണ് മാനേജിംഗ് ഡയറക്ടറേറ്റുമായിട്ടാണ് ഇപ്പോൾ ചലനം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഏകദേശം 12ഓളം വരുന്ന IAS ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തലപ്പത്ത് ഒരു അഴിച്ചുപണി ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമുക്ക് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ N പ്രശാന്തന്റെ ഹിയറിംഗ് അടക്കം ഇന്ന് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതലകളിൽ നിന്നും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയും അതുപോലെ തന്നെ ഡയറക്ടർമാരെയും ഒക്കെ തന്നെ മാറ്റിയിരിക്കുന്നത്. രോഹിണി, ശരി. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്.